പോപ്സ് ഡൗൺ ദി ഏജസ്. മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ. യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരിലൂടെ നീളുന്ന വിശുദ്ധ സഭയുടെ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയുടെ പടനായകന്മാരെ ഓർത്തെടുക്കുവാനുള്ള ഒരു എളിയ സംരംഭമാണ് മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ, പോപ്സ് ഡൗൺ ദി ഏജസ്. ഏവർക്കും സ്വാഗതം. കാലം AD 250. റോമൻ സാമ്രാജ്യം സംശയത്തിന്റെയും ഭയത്തിന്റെയും നിഴലിലായിരുന്നു. ഡീസിയസ് ചക്രവർത്തി പുറപ്പെടുവിച്ച ഒരു വിധി പ്രസ്താവം സകലതും മാറ്റിമറിച്ചു. ഓരോ പൗരനും റോമൻ ദേവന്മാർക്ക് പരസ്യമായി ബലി അർപ്പിക്കണം, അല്ലാത്തപക്ഷം മരണമുറപ്പാണ്. റോമിലെ ക്രിസ്ത്യാനികൾക്ക് ചുറ്റുമുള്ള ലോകം ഒരു കെണിയായി മാറി. അവരുടെ നേതാവായിരുന്ന ഫാബിയൻ മാർപ്പാപ്പ ഇതിനോടകം രക്തസാക്ഷിയായി കഴിഞ്ഞു. തുടർന്ന് നീണ്ട 14 മാസക്കാലം പത്രോസിന്റെ സിംഹാസനം ഒഴിഞ്ഞുകിടന്നു. വൈദികർ ഒളിവിൽ പോയി, വിശ്വാസികൾ ചിതറിക്കപ്പെട്ടു. പുറമേ നിന്നുള്ള റോമൻ പീഡനങ്ങൾക്കൊപ്പം തന്നെ സഭയ്ക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളും വിശ്വാസികളെ തളർത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ നിശബ്ദതയ്ക്കിടയിൽ നിന്ന് വിമുഖതയോടെയെങ്കിലും കൊർണേലിയസ് എന്ന പുരോഹിതൻ മുന്നോട്ട് വരുന്നു. അദ്ദേഹം ഏറ്റെടുക്കുന്നത് സ്വർണ്ണ കിരീടമല്ല, മറിച്ച് മുള്ളുകളുടെ കിരീടമാണ്. റോമൻ വാളുകളാൽ മുറിവേറ്റ സഭയെ മാത്രമല്ല, ദൈവത്തിന്റെ കരുണയ്ക്ക് അർഹർ ആരെന്നതിനെ ചൊല്ലിയുള്ള കടുത്ത തർക്കത്താൽ വിഭജിക്കപ്പെട്ട ഒരു ജനതയെ കൂടി അദ്ദേഹത്തിന് നയിക്കേണ്ടതുണ്ട്. ഭയത്താലും കടുത്ത വാശിയാലും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തെ ഒന്നിപ്പിക്കുവാൻ ഈ സമാധാനപ്രിയനായ മനുഷ്യന് കഴിയുമോ? ഇത് വിശുദ്ധ കൊർണേലിയസ് മാർപ്പാപ്പയുടെ കഥയാണ്. തകർക്കപ്പെട്ടവരുടെ ഇടയൻ, പശ്ചാത്തപിക്കുന്നവരുടെ സംരക്ഷകൻ. വിധി പ്രസ്താവിക്കുന്നതിനേക്കാൾ വലിയ ശക്തി ക്ഷമിക്കുവാനുള്ള ധൈര്യമാണെന്ന് സഭയെ പഠിപ്പിച്ച ഒരു മനുഷ്യന്റെ ചരിത്രം. AD 250 ജനുവരിയിൽ ഫാബിയൻ മാർപ്പാപ്പ രക്തസാക്ഷിയായതോടെ റോമൻ സഭ ഭീകരമായ ഒരു നിശബ്ദതയിലേക്ക് നീങ്ങി. ഡീസിയസ് ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരെ സാമ്രാജ്യത്വ വ്യാപകമായ പീഡനം ആരംഭിച്ച കാലമായിരുന്നു അത്. റോമിലൊരു പുതിയ ബിഷപ്പിനെ കാണുന്നതിനേക്കാൾ യുദ്ധക്കളത്തിൽ ഒരു എതിരാളിയെ നേരിടുന്നതാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന് ചക്രവർത്തി പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇത്രയും വലിയ അപകട സാധ്യത നിലനിന്നിരുന്നതിനാൽ റോമിലെ വൈദികർക്ക് സുരക്ഷിതമായി ഒത്തുകൂടുവാനോ വോട്ട് ചെയ്യുവാനോ കഴിഞ്ഞില്ല. തന്മൂലം സഭയുടെ നേതൃസ്ഥാനം 1 വർഷത്തിലേറെ കാലം ഒഴിവ് ആയി കിടന്നു. ഒടുവിൽ ചക്രവർത്തി വിമതരുടെ പോരാട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ പീഡനങ്ങൾക്കല്പം ശമനമുണ്ടായി. ഈ തർക്കത്തിന് ക്രിസ്ത്യാനികൾ കൊർണേലിയസിനെ തങ്ങളുടെ പുതിയ ഇടയനായി തിരഞ്ഞെടുത്തു. ദൃഢനിശ്ചയവും സ്വഭാവ ശുദ്ധിയുമുള്ള ഒരു റോമൻ പുരോഹിതനായിരുന്നു അദ്ദേഹം. തൻ്റെ പുതിയ സ്ഥാനം ഒരു മരണവാറണ്ടാണെന്ന് ബോധ്യമുണ്ടായിരുന്നിട്ടും മുറിവേറ്റ സഭയെ നയിക്കുവാൻ അദ്ദേഹം ആ ദൗത്യം വിനീതമായി സ്വീകരിച്ചു. പീഡനങ്ങളുടെ കൊടുങ്കാറ്റ് താൽക്കാലികമായി അടങ്ങിയെങ്കിലും പത്രോസിന്റെ വഞ്ചി വലിയ തിരമാലകൾക്കിടയിൽ ഉലയുകയായിരുന്നു. പീഡനങ്ങൾ സഹിക്കവയ്യാതെ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ഭയം മൂലം ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞിരുന്നു. ചിലർ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ചു. മറ്റു ചിലർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി വ്യാജ സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ചു. ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ
വിശ്വാസം ഉപേക്ഷിച്ചവർ, ലാപ്സി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇക്കൂട്ടർ സഭയിലേക്ക് തിരികെ വരുവാൻ എല്ലാ ഭാഗത്തു നിന്നും ശ്രമിച്ചു തുടങ്ങി. ഇത് സഭയ്ക്കുള്ളിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചു. വിശ്വാസത്യാഗികളെ എളുപ്പത്തിൽ സ്വീകരിക്കുന്ന മനോഭാവവും അവരെ എന്നേക്കുമായി പുറന്തള്ളുന്ന കടുത്ത നിലപാടുകളും ഒരേപോലെ നേരിടുവാൻ കൊർണേലിയസ് മാർപ്പാപ്പ നിർബന്ധിതനായി. ആദ്യഘട്ടത്തിൽ ഉദാരവാദികളെ നിയന്ത്രിക്കേണ്ടി വന്നു. പീഡനകാലത്ത് വിശ്വാസം മുറുകെ പിടിച്ച ചിലർ പശ്ചാത്തപിക്കുന്നവർക്ക് നേരിട്ട് സഭയിലേക്ക് പ്രവേശനം നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ നൽകുവാൻ തുടങ്ങി. ഇത് പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെട്ടു. കാർത്തേജിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ സിപ്രിയൻ ഇത് തടയുവാൻ ശ്രമിച്ചപ്പോൾ നൊവാറ്റസ് എന്നൊരാൾ ഒരു വ്യാജ ബിഷപ്പിനെ നിയമിക്കുകയും മാർപ്പാപ്പയുടെ പിന്തുണ തേടി റോമിലേക്ക് വരികയും ചെയ്തു. എന്നാൽ കൊർണേലിയസ് ഈ ചതി തിരിച്ചറിഞ്ഞു. ഉചിതമായ പ്രായശ്ചിത്തത്തിന് ശേഷം മാത്രമേ അവരെ സഭയിലേക്ക് തിരികെ സ്വീകരിക്കാവൂ എന്ന് അദ്ദേഹം കർശനമായി നിർദ്ദേശിച്ചു. സഭ ഒരു ശുദ്ധീകരണശാല മാത്രമല്ല, കുറ്റസമ്മതം നടത്തുന്നവർക്ക് കരുണയും സൗഖ്യവും നൽകുന്ന ഒരിടം കൂടെയാണെന്ന് അദ്ദേഹം ഇതിലൂടെ തെളിയിച്ചു. രസകരമായ വസ്തുത പഴയ ശത്രുക്കളായിരുന്ന നൊവാറ്റസും നൊവേഷ്യനും ഒടുവിൽ കൈകോർത്തു എന്നതാണ്. ഇവരുടെ പ്രസ്ഥാനം കിഴക്കൻ മേഖലകളിലേക്ക് വ്യാപിക്കുകയും അവർ തങ്ങളെ തന്നെ കാഥാരി അഥവാ ശുദ്ധർ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. സഭയെ സ്ഥിരപ്പെടുത്തുന്നതിനായി കൊർണേലിയസ് റോമിൽ 60 ബിഷപ്പുമാരുടെ ഒരു സിനഡ് വിളിച്ചുകൂട്ടി. അന്നത്തെ റോമൻ സഭ ഒരു വലിയ സംഘടനയായി മാറിയിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ കത്തുകളിൽ നിന്ന് വ്യക്തമാണ്. 46 വൈദികരും 7 ഡീക്കന്മാരും 1500-ലധികം വിധവകളും അശരണരും സഭയുടെ സംരക്ഷണത്തിലുണ്ടായിരുന്നു. സാമ്രാജ്യത്തിൽ വീണ്ടും പീഡനങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടർന്നു. ഒരു മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ അത് ക്രിസ്ത്യാനികൾ മൂലമാണെന്ന് ജനം വിശ്വസിക്കുകയും അവരെ വധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ചക്രവർത്തി പീഡനങ്ങൾ പുനരാരംഭിച്ചു. എന്നാൽ ഇത്തവണ ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. കൊർണേലിയസ് മാർപ്പാപ്പ അവരെ ധൈര്യത്തോടെ നയിച്ചു. ഒടുവിൽ മാർപ്പാപ്പ ബന്ധനസ്ഥനാക്കപ്പെടുകയും ഇന്നത്തെ സിവിറ്റ വെച്ചിയ എന്നറിയപ്പെടുന്ന സെന്റംസെല്ലയിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തു. അവിടെയിരുന്നും അദ്ദേഹം കത്തുകളിലൂടെ വിശ്വാസികളെ നയിച്ചുകൊണ്ടിരുന്നു. AD 253 ജൂണിൽ അദ്ദേഹം രക്തസാക്ഷിയായി മരിച്ചു. കാലിക്സ്റ്റസിന്റെ സെമിത്തേരിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. ഭയത്തിന് പകരം കരുണയുടെയും വിഭജനത്തിന് പകരം ഐക്യത്തിന്റെയും പാത തിരഞ്ഞെടുത്ത ഇടയനായി വിശുദ്ധ കൊർണേലിയസ് മാർപ്പാപ്പ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. എല്ലാ വർഷവും സെപ്റ്റംബർ 16 തന്റെ ആത്മമിത്രമായ വിശുദ്ധ സിപ്രിയനോടൊപ്പം അദ്ദേഹത്തെ സഭ അനുസ്മരിക്കുന്നു.